ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫീദേഴ്സ് ഇൻ വണ്ടർലാൻഡ്. വേൾഡ് ഡിസ്നി 2016 റിലീസ് ചെയ്ത ഒരു ബെസ്റ്റ് ആനിമേറ്റഡ് മൂവിയാണ് മുവാന. ഈ മൂവി സജഷൻ ചെയ്തത് എന്റെ ബ്രദറാണ്. തന്റെ നാടിനെ രക്ഷിക്കാൻ മുവാന നടത്തുന്ന സാഹസിക യാത്രയിലേക്ക് പോകുന്നതിനു മുൻപ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു മുത്തശ്ശി കഥ പറയുകയാണ്. ടെഫിക്കയാണ് ഇവിടെയുള്ള മറ്റ് ഐലൻഡുകൾക്ക് പച്ചപ്പ് നൽകി ജീവജാലങ്ങളെ ഉണ്ടാക്കിയത്. ഇതിനെല്ലാം കാരണം ടെഫിക്കയുടെ ഹൃദയം തന്നെയായിരുന്നു. ഇത് മനസ്സിലാക്കി പലവരും ദുഷ്ടപ്രവർത്തനങ്ങൾക്കായി ആ ഹൃദയം കൈക്കലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആർക്കും അത് തന്റെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മാവി തന്റെ മാന്ത്രിക വടിയുടെ സഹായത്താൽ പല രൂപത്തിലായി ആ ദ്വീപിലേക്ക് വന്ന് ടെഫിക്കയുടെ ഹൃദയം മോഷ്ടിച്ചു പോയത്. എന്നാൽ അപ്പോൾ തന്നെ ആ ദ്വീപിലെ പച്ചപ്പെല്ലാം ഇല്ലാതെയായി അവിടെ കറുപ്പിനാൽ മൂടമായി. അങ്ങനെ മാവി ഹൃദയം കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ടെക്ക എന്ന ഒരു ഫയർ മോൺസ്റ്റർ വന്ന് മാവിയുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനെ തുടർന്ന് അവന്റെ മാന്ത്രിക വടിയും ടെഫിക്കയുടെ ഹൃദയം കടലിൽ വീണുപോയി. എന്നിട്ട് മുത്തശ്ശി പറയുന്നു, ഇത് നടന്നു കഴിഞ്ഞിട്ട് 100 വർഷമായി. എന്നാൽ ഇപ്പോഴും ആളുകൾ ആ ഹൃദയത്തിനു വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം മറ്റു കുട്ടികൾ വളരെ പേടിയോടെ കേൾക്കുമ്പോൾ നമ്മുടെ നായികയായ മുവാന അത് വളരെ ചിരിച്ചുകൊണ്ടായി കൂളായി കേൾക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വരുന്നത്. അത് നമ്മുടെ മുവാനയുടെ അച്ഛനാണ്. അദ്ദേഹം കുട്ടികളുടെ പേടി മാറ്റാനായി ഫയർ മോൺസ്റ്റേഴ്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചുമരിൽ തട്ടിയതും അവിടെയെല്ലാം ഫയർ മോൺസ്റ്ററിന്റെ ചിത്രം വന്ന് കുട്ടികളാകെ പേടിക്കുന്നു. ഇതിനിടെ മുവാന കടലിലേക്ക് പോയി ഒരു കുഞ്ഞു കടലാമ്മയെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി വിട്ടു. എന്നാൽ കടൽ അവൾ പോകുന്നതിനനുസരിച്ച് വഴിമാറിക്കൊടുക്കുകയാണ്. അങ്ങനെ അവൾ കടലിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടൽ അവൾക്ക് ടെഫിക്കയുടെ ഹൃദയം കൊടുത്തു. എന്നാൽ പെട്ടെന്ന് അവളുടെ അച്ഛൻ അവളെ വിളിച്ചു വരുന്നത് കാരണം കടൽ അവളെ തിരിച്ച് തീരത്ത് തന്നെ എത്തിക്കുക ചെയ്തു. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടെഫിക്കയുടെ ഹൃദയം കടലിലേക്ക് പോയി. അവിടേക്ക് വന്ന മുവാനയുടെ അച്ഛൻ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് മോളെ? നീ കടലിന്റെ അടുത്തേക്കൊന്നും പോകണ്ടാട്ടോ, നീ സുരക്ഷിതമായിരിക്കണം. അടുത്ത ദ്വീപ് ഭരിക്കേണ്ട ആളാണ് നീ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവളുടെ അമ്മയെയും ആ ദ്വീപിന്റെ മൊത്തത്തിലുള്ള ഭംഗിയും അവരുടെ ജോലിയും സന്തോഷവും എല്ലാം ഒരു പാട്ടിന്റെ രൂപത്തിൽ കാണിക്കുകയാണ്. പാട്ടിനനുസരിച്ച് നമ്മുടെ കുഞ്ഞു മോന വളരുന്നുണ്ട്. മോനയുടെ അച്ഛൻക്കാണെങ്കിൽ ദ്വീപിന്റെ ഭരണം മോനയെ ഏൽപ്പിക്കണം എന്നാണ് ആഗ്രഹം. എന്നാൽ നമ്മുടെ മോനക്ക് കടലിലെ സാഹസിക യാത്രക്കായിരുന്നു കുഞ്ഞുനാൾ മുതലേ ആഗ്രഹം. അതിനായി അവൾ ഓരോ തവണ കടലിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മോവാനയുടെ അച്ഛൻ പിടിച്ചുകൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം മോവാനയുടെ അച്ഛൻ അവളെ ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ ഒരുപാട് കല്ലുകൾ അട്ടിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മോവാനയുടെ അച്ഛൻ പറഞ്ഞു തുടങ്ങി. എന്നാൽ ആ കാര്യത്തോട് മോവാനയുടെ അച്ഛൻ ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. അത് കാരണം ദേഷ്യപ്പെട്ട് മോവാന ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടേക്ക് അവളുടെ അമ്മ വന്നിട്ട്, നീ ഒട്ടും വിഷമിക്കേണ്ട, നിന്റെ ഈ വിഷമത്തിന് കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് എനിക്കറിയാം. എന്നാൽ അതിനും അദ്ദേഹത്തിന് ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹവും നിന്നെ പോലെ കുട്ടിക്കാലത്ത് കടലിലെ സാഹസിക യാത്രകൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുമായി കടലിൽ സാഹസിക യാത്രക്ക് പുറപ്പെട്ടു. എന്നാൽ ആ പൗണ്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുഞ്ഞു ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടാക്കുകയും ആ അപകടത്തിൽ തന്റെ പ്രിയ സുഹൃത്ത് മരണപ്പെടുകയും ചെയ്തു. അതിന്റെ ശേഷമാണ് നിന്റെ അച്ഛനക്ക് കടലിനോട് ഇത്ര ദേഷ്യവും പേടിയും ഉണ്ടായി തുടങ്ങിയത്. അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോയി. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി അവളുടെ ആഗ്രഹം അവൾ മാറ്റിവെക്കാതെ ഒരു ബോട്ട് എടുത്ത് കടലിലേക്ക് ഇറങ്ങി. എന്നാൽ കുറച്ചു പോയതും അവളുടെ ബോട്ട് മറിഞ്ഞ് അവൾ അപകടപ്പെട്ട് എന്നാൽ സുരക്ഷിതമായി തീരത്ത് തന്നെ എത്തിച്ചേർന്നു. എന്നാൽ അപ്പോൾ അവിടേക്ക് വന്ന മുത്തശ്ശിയെ കണ്ട് മുവാന തന്റെ കാലിലുണ്ടായ മുറി മറിച്ചു വെക്കാൻ നോക്കി. എന്നാൽ മുത്തശ്ശി അത് കൃത്യമായി കണ്ടുപിടിച്ച് മുവാനയെ ഒരു ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട്, ഇവിടെ നിനക്ക് വേണ്ടിയ ഉത്തരങ്ങളെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് അവളെ ആ ഗുഹയ്ക്കുള്ളിൽ പറഞ്ഞയച്ചു. ഒരു പേടിയോട് കൂടിയാണെങ്കിലും മുവാന ആ ഗുഹക്കുള്ളിൽ പോയപ്പോൾ അവൾ അവിടെ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. ആ ഗുഹയിൽ ഉണ്ടായിരുന്നത് മുവാനയുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന പായ്ക്കപ്പലുകളായിരുന്നു. തന്റെ പൂർവികരിൽ കടലിൽ സാഹസിക യാത്ര നടത്തി ഒരുപാട് ഐലൻഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന സന്തോഷത്തിൽ മുവാന പുറത്തേക്ക് വന്നിട്ട് മുത്തശ്ശിയോട്, പിന്നെന്തുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര നിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി, അതിനെല്ലാം കാരണം മാവിയാണ്. മാവി ടെഫിക്കയുടെ ഹൃദയം എടുത്തതിനു ശേഷം ലോകം ഇരുട്ടിൽ മൂടാനും കടലിൽ ഭീകര രാക്ഷസന്മാർ താമസിക്കാനും തുടങ്ങി. അത് കപ്പൽ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായി തീർന്നു.
തീർന്നു. മാത്രവുമല്ല ഇപ്പോൾ അത് കൂടി മറ്റ് ഐലൻഡുകളും നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇല്ലാതെയാകണമെങ്കിൽ ടെഫിക്കയുടെ ഹൃദയം തിരിച്ചു വെക്കണം. അതിന് കടൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ് എന്ന് പറയുമ്പോൾ മോന ഞാൻ വിചാരിച്ചു അത് ഞാൻ കുഞ്ഞുനാളിൽ കണ്ട സ്വപ്നമായിരിക്കുമെന്ന്. അപ്പോൾ മുത്തശ്ശി നീ ആ മോവിയെ കണ്ടെത്തണമെങ്കിൽ ആ വടി പോലെയുള്ള നക്ഷത്രത്തിന്റെ അടുത്തേക്ക് പോകണം, അവിടെയുണ്ടാകും മോവി എന്ന് പറഞ്ഞ് ടെഫിക്കയുടെ ഹൃദയം മോനക്ക് നൽകുന്നു. ഇതെല്ലാം സത്യമാണ് എന്നറിയിക്കാൻ നമ്മുടെ കടലും മോനയുമായി കളിക്കുന്നു. എന്നാൽ ഇത് ഉടനെ തന്നെ അച്ഛനോട് പറയണം എന്ന് പറഞ്ഞ് മോന അച്ഛന്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് മോന അച്ഛനുണ്ടായിരുന്ന സഭയിലേക്ക് പോയിട്ട് അവിടെയുള്ളവരോട് നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ടെഫിക്കയുടെ ഹൃദയം തിരിച്ചു വെക്കണം, അതിന് നമ്മൾ മോവിയെ കണ്ടെത്തണം എന്നെല്ലാം പറയുമ്പോൾ മോനയുടെ അച്ഛൻ അവളെ അവിടെ നിന്നും മാറ്റിയിട്ട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. മോന ടെഫിക്കയുടെ ഹൃദയം അച്ഛനെ കാണിച്ചപ്പോൾ അദ്ദേഹം അതെടുത്ത് വലിച്ചെറിഞ്ഞു. മോന അച്ഛൻ വലിച്ചെറിഞ്ഞ ടെഫിക്കയുടെ ഹൃദയം എടുത്തപ്പോൾ പെട്ടെന്നായിരുന്നു തന്റെ മുത്തശ്ശിക്ക് വയ്യ എന്ന വാർത്ത കേട്ട് മോന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ മുത്തശ്ശി മരണാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി മോനയുടെ രഹസ്യമായി നീയാണ് അതിന് തെരഞ്ഞെടുക്കപ്പെട്ടത്, നീ മോവിയെ കണ്ടെത്തി, ഞാനാണ് മോന ടെഫിക്കയുടെ ഹൃദയം തിരിച്ചു വെക്കാൻ വന്നവൾ എന്ന് പറയണം, നീ പോകണം, ഞാനെന്നും നിന്റെ കൂടെയുണ്ട് എന്നും മുത്തശ്ശി പറയുന്നു. മോന ആരോടും പറയാതെ തന്റെ വീട്ടിലേക്ക് പോയി അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ അവിടേക്ക് അവളുടെ അമ്മ വന്നെങ്കിൽ കൂടി അമ്മയുടെ സമ്മതത്തോടു കൂടി അവൾ അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് ആ ഗുഹയിൽ നിന്ന് ഒരു ബോട്ട് എടുത്ത് കപ്പൽ യാത്രക്ക് പുറപ്പെടുന്നു. എന്നാൽ അവിടെ മുത്തശ്ശി മരണപ്പെടുകയും മുത്തശ്ശിയുടെ ആത്മാവ് ഒരു മീനിന്റെ രൂപത്തിൽ വന്ന് മോനക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. മോനയും ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ബോട്ട് ഓടിക്കാൻ അറിയാതെ നമ്മുടെ മോന എങ്ങനെയൊക്കെയോ ബോട്ട് ഓടിച്ചു പോകുകയാണ്. പോകുന്നിടക്കെല്ലാം മുത്തശ്ശി പറഞ്ഞതുപോലെ ഞാനാണ് മോന ടെഫിക്കയുടെ ഹൃദയം വെക്കാൻ വന്നവൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവളുടെ ബോട്ടിൽ ക്ഷണിക്കാത്ത ഒരു അതിഥി ഉണ്ടായിരുന്നു, അവൾ വളർത്തുന്ന ഒരു കോഴി. ചുറ്റിലും വെള്ളം കണ്ട് ആ കോഴി പേടിക്കുന്നത് കാരണം മോന നീ പേടിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും കോഴിക്ക് കാര്യം പിടിത്തം കിട്ടാത്തത് കാരണം മോന ഭക്ഷണമെല്ലാം ഇട്ടുവെക്കുന്ന ഒരു ഹോളിൽ കോഴിയെ സേഫായി വെക്കുന്നു. എന്നാൽ അന്ന് രാത്രി മോന അറിയാതെ ഉറങ്ങിപ്പോയപ്പോൾ കടൽ അവളെ വന്നു വിളിക്കുന്നു. അപ്പോഴാണ് മോനക്ക് വഴി തെറ്റിപ്പോയ കാര്യം മനസ്സിലാകുന്നത്. അവൾ എങ്ങനെയൊക്കെയോ ബോട്ട് തിരിക്കാൻ ശ്രമിക്കുമെങ്കിലും ബോട്ട് മറിയുന്നു. ഇനിയൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് മോന കടലിനോട് സഹായം ചോദിക്കുന്നു. എന്നാൽ അപ്പോൾ വലിയൊരു തിരമാല വന്ന് അവളെ ഒരു കടൽ തീരത്തെത്തിക്കുന്നു. പിറ്റേ ദിവസം ബോധത്തിൽ നിന്ന് ഉണർന്ന മോന കടലിനോട് ഒരു സഹായം ചോദിച്ചപ്പോൾ തെറ്റായി വഴി കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവൾ അവിടെയുള്ള കല്ലിലെല്ലാം മോവിയുടെ കയ്യിലുള്ള വടിയുടെ ചിഹ്നം കണ്ട് എന്നാൽ തീർച്ചയായും മോവിയുടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവളുടെ കപ്പലിന്റെ പിന്നിൽ പോയി ഒളിക്കുന്നു. അപ്പോൾ തന്നെ അവിടേക്ക് മോവി വന്നിട്ട് എനിക്ക് രക്ഷപ്പെടാൻ ഈ ബോട്ട് ധാരാളം എന്ന് പറഞ്ഞ് ബോട്ട് പൊന്തിക്കുമ്പോൾ മോവി മോനെ കണ്ടു പേടിക്കുന്നു. എന്നാൽ മോന മുത്തശ്ശി പറഞ്ഞതുപോലെ ടെഫിക്കയുടെ ഹൃദയം തിരിച്ചു വെക്കാൻ നീ എന്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ മോവി ഓരോന്നും പറഞ്ഞ് മോനയെ ട്രാപ്പ് ചെയ്ത് ഒരു ഗുഹയിലിട്ട് പൂട്ടുന്നു. മോവിയുടെ ടാറ്റു ഇപ്പോൾ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നത് എന്റെ മാന്ത്രിക വടിയെടുക്കാനാണ് എന്ന് മോവി പറയുന്നത് കാണാം. അവിടെ മോന ആ ഗുഹയിലെ ചെറിയ ഓളുവായി പുറത്തേക്ക് വന്ന് കടലിലേക്ക് എടുത്തു ചാടുന്നു. ഇത് കണ്ട മോവി കപ്പൽ വേഗത്തിൽ ഓടിക്കുന്നത് കാരണം കടൽ അവളെ എടുത്ത് ആ കപ്പലിൽ കൊണ്ടുപോയി നിർത്തുന്നു. മോവി എന്ന മോനെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ കടൽ മോനെ തിരിച്ച് കപ്പലിൽ തന്നെ എത്തിക്കുന്നു. മോന ടെഫിക്കയുടെ ഹൃദയം കാണിക്കുമ്പോൾ അതും എടുത്ത് മോവി കടലിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ കടൽ കൃത്യമായി മോവിയുടെ തലക്ക് തന്നെ അത് തിരിച്ചെറിയുന്നു. എന്നാ ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് മോവി കടലിലേക്ക് ചാടി നീന്താൻ നോക്കുമ്പോൾ കടൽ അവനെയും തൂക്കിയെടുത്ത് കപ്പലിൽ തന്നെ കൊടുന്നാക്കുന്നു. മോനക്ക് മനസ്സിലാകുന്നു മോവി ഇങ്ങനെ പേടിക്കുന്നതിന് കാരണം ടെഫിക്കയുടെ ഹൃദയം കണ്ടിട്ടാണെന്ന്. നീ എന്തിനാ ഇത് പേടിക്കുന്നത്, ഇത് പേടിക്കാനൊന്നും അത്രയില്ല എന്ന് പറയുമ്പോൾ മോവി അത് വേഗം മാറ്റി അല്ലെങ്കിൽ നമുക്ക് തന്നെ ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കപ്പലിലേക്ക് ഒരു അമ്പ് വന്ന് തറക്കുന്നു. അത് തേങ്ങയുടെ രൂപത്തിലുള്ള കടൽ കൊള്ളക്കാരായ കക്കാമോറയുടേതായിരുന്നു. അവരൊരു വലിയ കപ്പലിൽ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. മോവി മോനയോട് കപ്പൽ ഓടിക്കാൻ പറയുന്നു. എന്നാൽ അവൾക്ക് അത് അറിയില്ല എന്ന് പറയുന്നു. ആ ബഹളത്തിനിടെ ടെഫിക്ക ഹാർട്ട് നിലത്ത് വീഴുകയും അത് മോനയുടെ കോഴി വീങ്ങുകയും ചെയ്തു. അതുമായി കക്കാമോറരും പോയി. എന്നാൽ നമ്മുടെ മോന തന്റെ കോഴിയെയും ടെഫിക്ക ഹാർട്ടിനും വേണ്ടി കക്കാമോറയുടെ അടുത്തു പോയി നല്ലതിൽ ഫൈറ്റ് ചെയ്ത് കോഴിയും ടെഫിക്ക ഹാർട്ടുമായി തിരിച്ചു വരുന്നു. മോവിയും വളരെ വേഗത്തിൽ കപ്പലോടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നു.
അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോഹനയോട് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ തന്നെ ആ ടെഫിക്ക ഹാർട്ട് വലിച്ചെറിയാൻ, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് മോൺസ്റ്റേഴ്സുമായി ഫൈറ്റ് ചെയ്യേണ്ടി വരും. മാത്രവുമല്ല അതിഭീകരമായ ടെക്ക എന്ന ഫയർ മോൺസ്റ്ററുമായി എതിർക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിന് ഞാനില്ല, എനിക്കെന്റെ കാണാതെയായ മാന്ത്രിക വടി കിട്ടിയാൽ മതി എന്നും മോവി പറയുന്നു. നിങ്ങളൊരു ഹീറോ ആയിരുന്നു എല്ലാവരുടെയും മുന്നിൽ, എന്നാൽ എപ്പോഴാണ് നിങ്ങൾ ടെഫിക്ക ഹാർട്ട് മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ മുതൽ നിങ്ങൾ ഒരു കള്ളനായി തീർന്നു. നിങ്ങൾ വീണ്ടും ആ ടെഫിക്ക ഹാർട്ട് തിരിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്ന് നിങ്ങൾ വീണ്ടും ഒരു ഹീറോയായി മാറും. ഇങ്ങനെയെല്ലാം മോനെ പറഞ്ഞപ്പോൾ മോവിയും അതിന് സമ്മതിക്കുന്നു. എന്നാൽ തന്റെ മാന്ത്രിക വടി തനിക്ക് കണ്ടെത്തണമെന്നും മോവി പറയുന്നു. മാന്ത്രിക വടിയുള്ളത് ടമാട്ടയുടെ അടുത്തായിരിക്കും. അങ്ങനെ അവർ ആ സ്ഥലം ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. അതിനിടെ മോഹന തന്നെയും പായ്ക്കപ്പൽ ഓടിക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മോവി നിനക്കതിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മോഹനയെ കളിയാക്കുമ്പോൾ കടൽ മയക്ക് സൂചി കൊണ്ട് മോവിയെ കുത്തുന്നു. ഇനി വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് മോവി മോഹനക്ക് പായ്ക്കപ്പൽ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇടയ്ക്കിടെ മോഹനയെ പറ്റിക്കുകയും ചെയ്യുന്നു. രാത്രി ഉറങ്ങിപ്പോയ മോഹന സ്വപ്നത്തിൽ തന്റെ ദ്വീപിലും ഇരുട്ടു പടർന്ന് അതിൽ തന്റെ അച്ഛനും അമ്മയും അകപ്പെടുന്നത് കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. ഉണർന്നപ്പോൾ നമ്മുടെ മോവി കപ്പൽ ഓടിക്കേണ്ട ആള് ഇങ്ങനെ ഉറങ്ങിപ്പോയ ദിശ മാറില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇതാണ് ടമാട്ടയുടെ സ്ഥലം. കടലിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളും അവളുടെ കയ്യിൽ ഉണ്ടാകും. എന്റെ മാന്ത്രിക വടിയും തീർച്ചയായും അവളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് മോവി മല കയറാൻ പോകുമ്പോൾ നീ വരേണ്ട, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ മാത്രം പോയിക്കോളാം എന്ന് പറയുമെങ്കിലും മോന അതൊന്നും കേൾക്കാതെ കൂടെ മല കയറുന്നു. അങ്ങനെ അവർ മലയുടെ മുകളിലെത്തിയപ്പോൾ മോവി അവിടെയുള്ള പൊടിയെല്ലാം മൂതി കളഞ്ഞ് അവിടെയുള്ള ഒരു സിമ്പിളിൽ എന്തൊക്കെയോ ചൊല്ലി ചവിട്ടിയതും അത് തുറന്നു. അങ്ങനെ മോവി അതിന്റെ ഉള്ളിലേക്ക് ചാടിയതും കൂടെ മോഹനയും ചാടുന്നു. അവർ നേരെ ചെന്നത് കടലിന്റെ അടിത്തട്ടിലായിരുന്നു. അവിടെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മുടെ മോഹന അത്ഭുതപ്പെടുകയും അതോടൊപ്പം തന്നെ പേടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ മാന്ത്രിക വടിയുള്ള സ്ഥലം കണ്ടെത്തുന്നു. എന്നാൽ അവിടേക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത കാരണം മോവി ഒരു പ്ലാൻ ഉണ്ടാക്കി മോഹനയും മറ്റൊരു വേഷത്തിൽ അവിടേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ വലിയൊരു നെണ്ടായ ടമാട്ടോ മോഹനയെ കൈയോടെ പിടികൂടുകയും അവളോട് നീ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മോഹന ടമാട്ടോയോട് വേറെ എന്തൊക്കെ ചോദ്യം ചോദിച്ച് അവളുടെ ശ്രദ്ധ മാറ്റാൻ നോക്കുകയാണ്. എന്നാൽ അവൾ അതിനുള്ള ഉത്തരമായി ഒരു പാട്ട് പാടുകയാണ്. ഈ അവസരത്തിൽ മോവി ടമാട്ടയുടെ കയ്യിൽ നിന്ന് മാന്ത്രിക വടിയും മോഷ്ടിക്കുന്നു. എന്നാൽ അത് ടമാട്ടയും കാണുന്നു. അങ്ങനെ മോവിയെ പിടിക്കാൻ ടമാട്ട പോകുമ്പോൾ മോഹന ടെഫിക്ക ഹാർട്ട് കാണിച്ച് ടമാട്ടയുടെ ശ്രദ്ധ തിരിക്കുന്നു. അങ്ങനെ മോഹന മോവിയുമായി പോകാൻ നേരത്ത് ടെഫിക്ക ഹാർട്ട് നമുക്ക് വേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോഹന അത് എന്റെ കയ്യിൽ ഭദ്രമാണെന്നും അത് മറ്റൊന്നാണെന്നും പറയുന്നു. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ ടമാട്ടയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പായ്ക്കപ്പലിൽ തന്നെ എത്തിച്ചേരും. മോനയോട് മോവി തന്നെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. എന്നാൽ ടൊമാറ്റോയോട് പോലും മത്സരിച്ച് നേരിടാൻ കഴിയാത്ത ഞാൻ എങ്ങനെ ടെക്കയുമായി ഫൈറ്റ് ചെയ്യും എന്ന് ആലോചിച്ച് മോവി വളരെ ടെൻഷനിലാണ്. എന്റെ ശരീരത്തിലെ ടാറ്റുകൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ മോവി എന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും ടാറ്റുവായി എന്റെ ശരീരത്തുണ്ടാകും. അപ്പോൾ മോന എന്നാൽ ഈ ടാറ്റുവിന്റെ അർത്ഥം എന്താണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ മോവി അത് നിരസിച്ചു. എന്നാൽ മോന നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്, എന്നാൽ നീ അതിന് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡെമിഗോൾഡ് ആയിട്ടല്ല ഉണ്ടായിരുന്നത്, ഞാൻ മനുഷ്യനിൽ ജനിച്ചതാണ്. എന്നാൽ അവരെന്നെ കടലിൽ ഉപേക്ഷിച്ചു. അപ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ഈ വടി തന്ന് ഡെമിഗോൾഡ് ആക്കി. ഞാൻ മനുഷ്യരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് മോനക്ക് മോവി ടെഫിക്ക ആർട്ട് എടുത്തത് മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ മോന മോവിയോട് എന്നെ കടൽ തിരഞ്ഞെടുത്തതുപോലെ നിന്നെ ഡെമിഗോൾഡ് ആക്കിയതിനും എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകും എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം മോവി മാന്ത്രിക വടിയുടെ സഹായത്താൽ പല രൂപത്തിലായി മാന്ത്രിക വടിയുടെ ശക്തി നോക്കുകയാണ്. അവർ പോകുന്ന വഴിയിൽ മോവി മോഹനക്ക് നന്നായി പായ്ക്കപ്പൽ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ടെഫിക്ക ദ്വീപിലും എത്തി. മോവി മോനയുടെ കയ്യിൽ നിന്ന് ടെഫിക്ക ഹാർട്ട് വാങ്ങി ദ്വീപിന്റെ അടുത്തേക്ക് പോയപ്പോൾ ടെക്ക ഫയർ മോൺസ്റ്റർ അവിടേക്ക് വന്നു. മോവി ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തിരിച്ച് പായ്ക്കപ്പലിലേക്ക് വന്നു. അപ്പോഴാണ് മോനക്ക് ടെക്ക ഫയർ മോൺസ്റ്ററിന് വെള്ളം പേടിയാണെന്ന കാര്യം മനസ്സിലാകുന്നത്.
മുആന പായ്ക്കപ്പൽ ടെക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ടെക്ക മുആനെ ആക്രമിക്കാൻ വരികയും മോവി തന്റെ മാന്ത്രിക വടി വെച്ച് അതിനെ എതിർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി അവന്റെ മാന്ത്രിക വടിയിൽ വിള്ളലുണ്ടായി. അപ്പോൾ മോവി എന്നെ കൊണ്ട് ഇനി ഇതിന് കഴിയില്ല, ഇനിയും ഈ ഫൈറ്റ് തുടരുകയാണെങ്കിൽ എന്റെ മാന്ത്രിക വടി പൊട്ടും, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മോവി പരുന്തിന്റെ രൂപത്തിൽ അവിടെ നിന്നും പോയി. മുആന കടലിനോട് ഞാൻ ഇതിന് തിരഞ്ഞെടുത്തവളല്ല എന്ന് പറഞ്ഞ് ടെഫിക്ക ഹാർട്ട് കടലിന് കൊടുത്തു. അപ്പോൾ മുആനയുടെ മുത്തശ്ശിയുടെ ആത്മാവ് വന്നിട്ട് അവൾക്ക് ധൈര്യം നൽകുകയും നീയാണ് ഇതിനെ തിരഞ്ഞെടുത്തവളെന്ന് പറഞ്ഞ് അവൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. അപ്പോൾ മുആനക്കും തന്റെ ധൈര്യമെല്ലാം തിരിച്ചു വന്ന് ഒരു പാട്ടുപാടി കടലിലേക്ക് ചാടി ടെഫിക്ക ഹാർട്ട് തിരിച്ചെടുത്തു. അങ്ങനെ മുആന വീണ്ടും ടെക്കയുടെ അടുത്തേക്ക് പോയി ടെക്ക മുആനെ ഫൈറ്റ് ചെയ്യാനായി വരുമ്പോൾ വളരെ നല്ലതിൽ പായ്ക്കപ്പൽ ഓടിച്ച് എതിർക്കുന്നു. എന്നാൽ ഒരു തവണ ടെക്ക മോനയെ പിടിക്കാനായി വന്നപ്പോൾ നമ്മുടെ മോവി തിരിച്ചു വന്ന് അതിനെ എതിർക്കുന്നു. എന്നിട്ട് ടെക്കയും മോവിയുമായി ഫൈറ്റ് ആകുന്നു. ഫൈറ്റിന്റെ ശക്തിയിൽ മോവിയുടെ വടി ഒടിയുകയും അവന്റെ ശക്തി ഇല്ലാതാവുകയും ഉണ്ടായി. അപ്പോൾ ടെക്ക മോനയുടെ അടുത്തേക്കായി പോകാൻ നോക്കുന്നു. മുആന അവിടെ ടെഫിക്കയെ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോഴാണ് മുആനക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ടെക്കയുടെ ഹൃദയത്തിലുള്ള അതേ സിമ്പിൾ തന്നെയാണ് ടെഫിക്ക ഹാർട്ടിന്റെ സിമ്പിൾ. അപ്പോൾ മോന കടലിനോട് അവളെ എന്റെ അടുത്തേക്ക് വരാൻ വൈമാറണം എന്ന് പറഞ്ഞപ്പോൾ കടൽ വൈമാറി. ടെക്ക അടുത്തേക്ക് വന്നപ്പോൾ മുആന എനിക്ക് നിന്നെ മനസ്സിലായി എന്ന് പറഞ്ഞ് ടെഫിക്ക ഹാർട്ട് ടെക്കയുടെ ഹൃദയത്തിൽ വെച്ചതും ടെക്ക ടെഫിക്കയായി മാറി. അങ്ങനെ ഇരുട്ടായിരുന്ന സ്ഥലത്തെല്ലാം പച്ചപ്പും ഹരിതാഭവും വന്നു. മോവി ടെഫിക്കയോട് താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞു. അപ്പോൾ ടെഫിക്ക മോവിക്കായി പുതിയൊരു മാന്ത്രിക വടി തന്നെ നൽകി. മുആനയോട് നന്ദി പറഞ്ഞ് അവൾക്കായി പുതിയൊരു പായ്ക്കപ്പൽ തന്നെ നൽകി. മുആനയുടെ ചിത്രം മോവിയുടെ ശരീരത്തിൽ ടാറ്റുവായി വന്നു. മോവി മുആനയോട് നന്ദി പറഞ്ഞ് പുതിയ മാന്ത്രിക വടിയുടെ സഹായത്താൽ പരുന്തായി അവിടെ നിന്നും പറന്നുപോയി. മുആന തിരിച്ച് തന്റെ ദ്വീപിലേക്ക് പോയി തന്റെ അച്ഛനെയും അമ്മേനെയും കണ്ട് സന്തോഷിച്ചു. പിന്നെ കാണിക്കുന്നത് മുആനയും അവരുടെ ഫാമിലിയും പായ്ക്കപ്പലിൽ കടൽ സഞ്ചാരികളായി പോകുന്നതാണ് അവരുടെ പൂർവികരെ പോലെ. എല്ലാവർക്കും ദിശ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ മുആനയാണ്. അങ്ങനെ എല്ലാവരും ഒരു പാട്ടോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ മാന്ത്രിക വടിയുടെ സഹായത്താൽ രൂപം മാറിപ്പോകുന്ന നമ്മുടെ മൂവിയെയും കാണാം. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ കട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവർക്കും ബൈ.